സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഗസ എന്ന ഫലസ്തീൻ്റെ കൊച്ചുഭൂമിയിൽ ഇസ്രായേൽ എന്ന സയനിസ്റ്റ് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ നരമേധത്തിന് ഇന്ന് ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ സകല സമാധാനത്തിൻ്റെയും തുരുത്തുകളെ അടച്ചുകളയുന്ന രീതിയിൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തിയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരമേധത്തിന് പക്ഷേ ഒരു വർഷമായിട്ടും ഒരന്ത്യമായിട്ടില്ല. ഇപ്പോഴും ഗസയിലെ തെരുവുകളിൽ പിഞ്ചുകുട്ടികൾ മരിച്ചു വീഴുകയാണ്. ഈ നരമേധം, ഈ വംശഹത്യ ഇനിയും എത്രനാൾ തുടരുമെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഗസയിൽ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നൊരാക്രമണം സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ്. ഗസ ഇന്ന് ഒരു മൃതഭൂമിയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആർക്കും ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇന്നും ഈ ഒരു വർഷം പൂർത്തിയായിരിക്കുമ്പോഴും വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പുണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഗസയിൽ ഇപ്പോൾ നടക്കുന്നത്? പശ്ചിമേഷ്യയുടെ സമാധാനം എന്ന് തിരിച്ചു വരും? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ സിറാജ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ മുസ്തഫ പി അറക്കൽ എനിക്കൊപ്പം ചേരുകയാണ്. മുസ്തഫ മാഷെ, ഗസ എന്ന് പണ്ട് മുതൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ വലിയ നൊമ്പരമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് സ്ഥിതി കുറേ കൂടി വ്യത്യസ്തമായിരിക്കുന്നു. ഒരു വർഷം തുടർച്ചയായിട്ട് സായുധരല്ലാത്ത മനുഷ്യർക്ക് മേൽ ഒരു സയനിസ്റ്റ് രാജ്യം തുടർച്ചയായിട്ട് ബോംബുകൾ വർഷിക്കുക എന്ന് പറയുന്നത് സമീപകാല ചരിത്രത്തിൽ തന്നെ നമുക്ക് അധികം എടുത്തു കാണിക്കാനുണ്ടാവില്ല. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്നതാണ് എങ്കിൽ പോലും അവിടെ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഗസയിലെ സ്ഥിതിവിശേഷം. എന്താണ് ഗസയിലെ നിലവിലെ അവസ്ഥ? ഗസയിൽ നടക്കുന്നതിനെ ആക്രമണം എന്നോ യുദ്ധം എന്നോ ഒന്നുമല്ല പറയേണ്ടത്. വംശഹത്യ എന്ന വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ജനതയെ കൊന്നു തീർക്കാൻ തീരുമാനിക്കുകയും അതിന് ചില കാരണങ്ങൾ കണ്ടെത്തുകയും ആ കാരണങ്ങളുടെ പുറത്ത് നിരന്തരം ഉന്മൂലനം ചെയ്യുക, മനുഷ്യരെ കൊന്നു തീർക്കുക എന്ന് തന്നെയുള്ള നടപടിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ജനോസൈഡാണ് എന്ന് പറയുന്നത് ഗവേഷകരോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളോ മാത്രമല്ല, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ മാത്രമല്ല. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതൊരു വംശഹത്യയാണ് എന്നാണ്. കാരണം നിങ്ങൾക്ക് തങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെയാണ് അവിടെ കൊല്ലുന്നത്. കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? ടാർജറ്റഡ് കില്ലിംഗ് ആണ് നടക്കുന്നത്. മൈക്കോ പെല്ലഡ് എന്ന് പറയുന്ന ദ ജനറൽ സൺ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ള, നേരത്തെ IDF-ൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ അംഗമായിരുന്ന ഒരാളുടെ മകൻ എഴുതിയ പുസ്തകമുണ്ട്. അദ്ദേഹം ഫലസ്തീനു വേണ്ടി വലിയ തോതിൽ വാദിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവിടെ പലപ്പോഴും ബോംബിംഗ് നടക്കുന്നത്, നേരത്തെയൊക്കെ ബോംബിംഗ് നടന്നുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് ഷിഫ്റ്റ് മാറുന്ന സമയത്താണെന്ന് പറയുന്നുണ്ട്. കാരണം ഗസയിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ തെരുവിലുള്ള സമയം തന്നെ ബോംബിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരുന്നുണ്ടാവും, ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് പോകുന്നുണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സൈന്യമല്ല, അതൊരു ഭീകര സംഘമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും കടുത്ത രൂപമാണ് ഈ ഒരു വർഷക്കാലം അവിടെ നടന്നിട്ടുള്ളത്. 41,000-ലേറെ പേർ മരിച്ചു എന്നാണ്, മരിച്ചവരുടെ എണ്ണം 41,000 എന്നാണ് പൊതുവെ പറയാറുള്ളത്. സത്യത്തിൽ ആ വാക്ക് തന്നെ തെറ്റാണ്. കാരണം എന്താണ്? കൊന്നവരുടെ എണ്ണമാണത്, അത് മരിക്കല്ല. ഇതൊരു നാച്ചുറൽ കലാമിറ്റി ഒന്നും അല്ലല്ലോ. ആ ആളുകളുടെ എണ്ണം, ആ എണ്ണം തന്നെ സത്യത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഔദ്യോഗിക കണക്ക് മാത്രമാണ്. ഇപ്പോൾ ഒരു കെട്ടിടം തകർന്നു വീഴുമ്പോൾ അല്ലെങ്കിൽ പലായനം ചെയ്യുമ്പോൾ കുറേ ആളുകളെ കൂടെ കൂട്ടാൻ പറ്റില്ല. ഇപ്പം മുതിർന്ന മനുഷ്യന്മാരുണ്ടാവും, അവർക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊരു ബാധ്യതയാണ്, അവരെ ആ കെട്ടിടത്തിനകത്ത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരായ മനുഷ്യരുണ്ടാവും, അവരെയും ആ കെട്ടിടത്തിനകത്ത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവർക്കൊന്നും കണക്കുകളില്ല. പറയുമ്പോൾ വളരെ വേദന തോന്നും. കാരണം ഈ അവശിഷ്ടങ്ങൾക്കകത്ത് അവർ കിടക്കുന്നു. ഇതിന് എണ്ണമില്ല. നമ്മൾ ഈ പറയുന്നതിൻ്റെ എണ്ണം പോലും തെറ്റാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് നോക്കൂ, നിങ്ങൾ പട്ടിണി മൂലം മരിക്കുന്നുണ്ട്. അതിർത്തി വളയുകയാണ്. അപ്പോൾ പിന്നെ ഒന്നും കൂടി വരാൻ പറ്റില്ല. സഹായ ട്രക്കുകൾ കടത്തിവിടുന്നില്ല, വെള്ളം കിട്ടാതെ ഉള്ള സംഭവം ഉണ്ടാകുന്നു. ആശുപത്രികൾ പൊളിച്ചു കളയുന്നു.
അപ്പോൾ ഈ പരിക്ക് പറ്റിയ മനുഷ്യർ ആശുപത്രിക്കകത്ത് ചികിത്സ കിട്ടാതെ മരിക്കുന്നു. അപ്പോൾ ഈ മരണസംഖ്യ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ കളവാണ്. ഇതിനേക്കാളും ഭീകരമായ ആക്രമണമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരു ജനതയെ തീർത്ത് കളയുക എന്നുള്ള ലക്ഷ്യമാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വംശഹത്യയാണ്. അതൊരു വർഷം കഴിയുമ്പോഴും അതിനൊരു പരിഹാരം, ഒരു വെടിനിർത്തൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ലോക സംവിധാനങ്ങളുടെ മുഴുവൻ പരാജയമാണ്. ഹ്യൂമാനിറ്റിയുടെ, മാനവികതയുടെ തന്നെ പ്രതിസന്ധിയും പരാജയവുമാണത്. എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ ശ്രമങ്ങൾ ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ, അറബ് രാജ്യങ്ങളടക്കം ഇതിനകത്ത് അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ, അവർക്ക് പരിമിതികളൊക്കെ ഉണ്ടാവാം, ആ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖത്തറടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ കുറേ ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി. പക്ഷെ ഒന്നും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ 48 മണിക്കൂർ നേരത്തേക്ക് മാക്സിമം ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു. ആ വെടിനിർത്തൽ കഴിയുമ്പോൾ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ആക്രമണം തുടരുകയാണ്. ഈ വെടിനിർത്തൽ എന്നതിലേക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേലിനെ കൊണ്ടുവരാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയാത്തത്? ഗസയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു ഗസയിലെ ഒരു കുഞ്ഞ്, ഒരു യുവാവ്, ഇന്ന് നമ്മൾ കാണുന്ന ഒരു യുവാവ് എത്ര ആക്രമണങ്ങളെ അതിജീവിച്ചായിരിക്കും ഈ യുവത്വത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും 2008 മുതലാണ് ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗസയിൽ ഹമാസ് അധികാരത്തിൽ വരുന്നതിന് ശേഷമാണ് ഇത്രയും ഭീകരമായ ആക്രമണങ്ങൾ. അപ്പോൾ ഈ ഇടവേള വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഒരു വെടിനിർത്തലുണ്ടാവും. ആ എല്ലാം മുഴുവൻ തകർത്ത് കളഞ്ഞ് എല്ലാ സംവിധാനങ്ങളും തീർത്ത് കളഞ്ഞതിന് ശേഷം ഒരു വെടിനിർത്തലുണ്ടാവും. അപ്പോൾ കുറച്ച് കാലമൊക്കെ അവിടെ പിന്നെയും ജീവിതം തുടർന്ന് ഈ വളയലൊക്കെ വളഞ്ഞ് മതിലുകൾ വെച്ച് വളയുന്ന സംഭവമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ജീവിതം കരുപ്പിടിപ്പിച്ച് അടുത്ത ആക്രമണം ഉണ്ടാവും. ഈ രീതിയാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ആക്രമണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്, രണ്ടാം ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹത്തെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ വിളിച്ചിട്ടുള്ളത്. കറക്റ്റാണത്. പ്രത്യേകിച്ച് അത് ചരിത്രപരമായും അത് ശരിയാണ്. കാരണം ഹിറ്റ്ലർ ഈ ജൂത കമ്മ്യൂണിറ്റിയെ ആക്രമിച്ചു എന്നാണല്ലോ പറയുന്നത്. അതേ പണി അതിനേക്കാൾ ഭീകരമായ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് രാഷ്ട്രീയമായി പല പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അദ്ദേഹത്തിനെതിരെ അഴിമതി കേസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സഖ്യം വളരെ ശരിയായ നിലയിലല്ല പോകുന്നത്. ജനങ്ങൾ തെരുവിൽ നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പ്രൊലോങ്ഡ് വാർ, ഒരു നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. മനുഷ്യരുടെ ചോര അത്രമേൽ ആവശ്യമുണ്ട്. ഒക്ടോബർ 7 മറയ്ക്കുവാൻ മക്കളുടെ ചോര ആവശ്യമുണ്ട്. ഒക്ടോബർ 7 നടന്നിട്ടുള്ള ഹമാസിൻ്റെ പ്രത്യാക്രമണം, ആ പ്രത്യാക്രമണം തീർച്ചയായിട്ടും ഇസ്രായേലിൽ വലിയ തോതിലുള്ള നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഈ പറയുന്ന വലിയ സംവിധാനങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഒരു അത്രയൊന്നും മിലിറ്ററൈസ്ഡ് ആയിട്ടില്ലാത്ത ഒരു സംഘത്തിന് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളത് അവരെ വലിയ തോതിൽ ഏറ്റവും വലിയ ചാര ഏജൻസി. അപ്പോൾ അതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഒട്ടും പ്രൊപ്പോർഷണൽ അല്ല എന്ന് മാത്രമല്ല, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സംഗതി നടക്കുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വേഗത്തിൽ വരാം. എന്താണ് വെടിനിർത്തൽ നടക്കാത്തത്? വെടിനിർത്തലിനെ എനിക്ക് തോന്നുന്നു വെടിനിർത്തൽ ശ്രമങ്ങളിലേക്ക് ഏറ്റവും വലിയ അതിൽ താല്പര്യം എടുക്കേണ്ടത് US ആണ്. അറബ് രാജ്യങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഷയത്തിൽ കുറച്ചും കൂടി താല്പര്യം എടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ശക്തമായി ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അവരൊരുമിച്ചിരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ വെടിനിർത്തൽ ചർച്ചയിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈജിപ്ത് ഉണ്ട്, ഖത്തറുണ്ട്, അവരൊക്കെ തന്നെ തയ്യാറാവുന്നുണ്ട്. എന്താ പ്രശ്നം? കഴിഞ്ഞ ജൂണിൽ തന്നെ ജോ ബൈഡൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ആ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുകയും ചെയ്തു. കാരണം അതിനകത്തുള്ള വ്യവസ്ഥകളൊക്കെ ഹമാസിനോട് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കേണ്ട ഘട്ടം, ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാർ ക്യാബിനറ്റ് പുതിയ നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ്. അപ്പോൾ എന്താണ്? വെടിനിർത്തൽ വരരുത്, പുതിയ നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ്. ഇപ്പോൾ ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഞങ്ങൾ സൈന്യത്തെ പിൻവലിക്കില്ല, അതാണ് പുതിയ സംഗതി. ഈ ഫിലാഡൽഫി കോറിഡോർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്ന വളരെ ഒരു തരം ക്രോസിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അവിടെ മിലിറ്ററൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവരുടെ സൈന്യം അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഗസയെ വളഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് തന്നെയാണ് അർത്ഥം. ഗസയിലെ ജീവിതം സുരക്ഷിതമാകില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഹമാസ് പറഞ്ഞു അത് നമുക്ക് സാധ്യമാവുന്ന കാര്യമല്ല. ബന്ദികളെ വിട്ടുകിട്ടുന്ന നിലയിലേക്കുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പൂർണ്ണമായി ഗസയിൽ നിന്ന് ആര് പോകണം? ഈ ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകണം. ഇത് സത്യത്തിൽ ഒരു ഘട്ടത്തിൽ ജോ ബൈഡൻ തന്നെ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല? ഇസ്രായേൽ പുതിയ നിർദ്ദേശങ്ങൾ വെക്കാൻ തുടങ്ങി. ഇസ്രായേൽ പുതിയ നിർദ്ദേശങ്ങൾ വെക്കുമ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, US ഒരു കാലത്തും ഒരു നിലയ്ക്കും ഇസ്രായേലിനെ തള്ളി പറയില്ല. ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിന് ശേഷം പോലും അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾ പൂർണ്ണമായി ഫുള്ളി
സപ്പോർട്ട് എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന രീതി ഉണ്ടായി. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇതിൽ പുതിയ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ പുതിയ പ്രപ്പോസൽ വെക്കുകയാണ്. പുതിയ പ്രപ്പോസൽ എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ ഇസ്രായേലിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രപ്പോസൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവസാനിപ്പിക്കാനുള്ള പണി താല്പര്യങ്ങൾക്കൊപ്പം മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വെടിനിർത്തൽ നീണ്ടു പോകുന്നു. അവിടെ മറ്റാരും തടസ്സമല്ല. ഇപ്പൊ ഹമാസ് ഒരു തടസ്സമല്ല. ഹമാസ് അംഗീകരിക്കാൻ തയ്യാറാണ്. അത് തോറ്റത് കൊണ്ടോ ജയിച്ചത് കൊണ്ടോ എന്നുള്ള വിഷയം എന്നുള്ള മറ്റൊരു കാര്യമാണ്. മറിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കുരുതി അവസാനിപ്പിക്കണം, ആ ജനതയ്ക്ക് സമാധാനം വേണമെന്ന് ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയെ പോലെ അത് പെരുമാറുകയും അത് എന്ത് കഴിഞ്ഞ് ഞാനതിനെ ന്യായീകരിക്കുക എന്നുള്ള അങ്ങനല്ല. സത്യത്തിൽ ആ മാറ്റത്തിന് അവർ തയ്യാറാണ്, അവർ വെടിനിർത്തലിന് തയ്യാറാണ്. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യുന്നില്ല, പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ പുതിയ സംഭവങ്ങൾ മുന്നോട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, വെടിനിർത്തൽ സാധ്യമാവാതെ കാര്യങ്ങൾ നീണ്ടു പോകുന്നു. ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. എതിന് വെടിനിർത്തൽ വരാത്ത കാര്യത്തിൽ, വെടിനിർത്തൽ ഉണ്ടാവാത്തത് എന്ത്, ഞങ്ങളിൽ നിന്ന് ബന്ദികൾ എവിടെയെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു സമവായത്തിലെത്തിയാൽ ബന്ദികളെ വിട്ടുകിട്ടുമല്ലോ, എന്താണ് തയ്യാറാവാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളെങ്കിലും അക്കാര്യത്തിൽ ആശങ്കയുണ്ടാകും. ഉറപ്പായല്ലേ, അതൊരു സംശയം എന്തിരിക്കുന്നു. ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ കൊന്നു എന്നതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അപ്പൊ ഈ പൗരന്മാരുടെ ജീവൻ പോലും അല്ല നെതന്യാഹുവിന്റെ പ്രശ്നം. നെതന്യാഹുവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആക്രമണം നീട്ടിക്കൊണ്ടു പോവുകയും ഗസയിൽ നിന്ന് അവിടെ ജനവാസം സാധ്യമല്ലാത്ത വിധത്തിലൊരു പാഴ്ഭൂമിയാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ് അയാൾ പോകുന്നത്. അത് നോക്കി നിൽക്കുകയാണ് ലോകം. അവിടെയാണ് സംഗതി. എന്നിട്ട് പറയുകയാണ് അപ്പോഴും എന്താണ് പിന്നെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഫലസ്തീനികളാണ്, അവർ ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുള്ള കളവ് നുണ ലോകത്താകെ പ്രചരിപ്പിക്കുകയും ഫലസ്തീൻ വിരുദ്ധ നരേഷൻ അതിവേഗം പടരുകയും ചെയ്യുകയാണ്. അപ്പോൾ വെടിനിർത്തൽ അപ്പം നമ്മുടെ ചോദ്യം ഉത്തരം ഇതാണ്, വെടിനിർത്തലിന് ഹമാസോ ഫലസ്തീൻ ഗ്രൂപ്പുകളോ അല്ല തടസ്സം. വെടിനിർത്തലിന് ബെഞ്ചമിൻ നെതന്യാഹുവാണ് തടസ്സം. അതിനാര് കൂട്ടുനിന്ന് കൊടുക്കുന്നു? US കൂട്ടുനിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ്. UN പോലും പല പ്രമേയങ്ങൾ ഇതിനകത്ത് അടിയന്തര വെടിനിർത്തലിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വെറും നോക്കുകുത്തിയായി മാറി. രക്ഷാസമിതി പ്രമേയത്തെ US വീറ്റോ ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. രക്ഷാസമിതിയുടെ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ US വീറ്റോ ചെയ്യും. USന് ഈ ഇസ്രായേലിനോടുള്ള സംരക്ഷണം പ്രതിബദ്ധത പാശ്ചാത്യ ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് ഈ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തം 1-ാം നമ്പർ നമ്മൾ ബെഞ്ചമിൻ നെതന്യാഹുവിൽ വെക്കുമ്പോൾ തന്നെ തീർച്ചയായും ജോ ബൈഡനും USനും അതിൻ്റെ പാശ്ചാത്യ ശക്തികൾക്കും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകും. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. അപ്പം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കുക? കാരണം ഇപ്പോൾ ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ കൂട്ടക്കുരുതിയിൽ ഇങ്ങനെ അമേരിക്ക കൈയയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ജോ ബൈഡന് ഗുണം ചെയ്യുമോ, അതോ അതുണ്ടാക്കുന്നത് മറ്റൊരു ഒന്നായിരിക്കുമോ? അത് വളരെ പൊളിറ്റിക്കലായ ഒരു ക്വസ്റ്റ്യനാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ഈ USൻ്റെ പൊളിറ്റിക്സിനകത്ത് ജൂത ലോബി അതിശക്തമായൊരു സാന്നിധ്യമാണ്. ജൂയിഷ് ലോബി എന്ന് പറഞ്ഞാൽ വളരെ അതിശക്തമാണ്. അവർ വലിയ തോതിൽ അവിടുത്തെ പൊതു അഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. വോട്ട് ബാങ്ക് കൂടിയാണ്. വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുകയും വലിയ ആശയരൂപവത്കരണം അവിടെ നടത്തുകയും ചെയ്തു. എന്നിട്ട് പോലും ജനങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സയനിസം പോലത്തെ ഒരു ആശയഗതി അവിടെ ഉണ്ടാവുകയാണ്. സയനിസത്തെ പിന്തുണക്കുന്നവർ ഉണ്ടാവുകയാണ്. ഇപ്പം അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ്, അപ്പുറത്ത് നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ്, കമലാ ഹാരിസിന് എതിരായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് സമ്പൂർണ്ണമായി ഇസ്രായേലിന് വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ജെറൂസലേമിനെ ക്യാപിറ്റലായി. ജനങ്ങൾ ആരെ തെരഞ്ഞെടുത്താലും ഇസ്രായേൽ പക്ഷപാതികളെ തന്നെ പറയട്ടെ. അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ അതിശക്തമായ സയനിസ്റ്റ് പക്ഷപാതം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് കഴിയില്ല. കാരണം അവരും ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ പോലും ഫലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളെ, ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെയൊക്കെ പൊതുബോധത്തെ അല്പം അവരാരും നിൽക്കുന്നുണ്ട്. കുറച്ച് ട്രംപ് പറയും പോലെ പറയുന്നില്ല. പക്ഷെ പൊളിറ്റിക്കലി അവരും എവിടെ തന്നെയാണ് നിൽക്കുന്നത്? ഇതേ ആശയതയാണ്, ഇസ്രായേലിനെ പിന്തുണക്കണം എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പറയുന്നതിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളൂ. ട്രംപ് കുറച്ചുകൂടി അഗ്രസീവായി, കുറച്ചുകൂടി അക്രമോത്സുകമായി, കുറച്ചുകൂടി ലൗഡായി അത് പറയുന്നു. ബൈഡൻ അത് അങ്ങനെ പറയുന്നില്ല, അല്ലെ കമലാ ഹാരിസ് അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈ അവിടുത്തെ പൊളിറ്റിക്സിനകത്ത് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന നയം ഈ രണ്ട്
ഡെമോക്രാറ്റ്സിൻ്റെ ഇടയിലും റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിലും നിൽക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പാകുന്നത് കൊണ്ട് ഒരു പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധം ഉണ്ടാവുന്നതിൽ നിന്ന് അമേരിക്ക എപ്പോഴും പിറകോട്ടടിക്കും. കാരണം അങ്ങനെ കാര്യത്തിൽ ഒരു അടി ഉണ്ടാവും ചെയ്യില്ല. ഇപ്പം എന്താ ഉദാഹരണത്തിന് ഇപ്പം ഇറാന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഒരു വലിയ സ്ഥാനത്തിലേക്ക് പോവാതിരിക്കാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം അത് ഓയിൽ വിലയുമായി ബന്ധപ്പെട്ട, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട, റിസഷനുമായി, സാമ്പത്തിക മാന്ദ്യത്തിലേക്കൊക്കെ നീങ്ങാവുന്ന വലിയ പ്രശ്നത്തിലേക്ക് പോകരുതുള്ളതുകൊണ്ട് എപ്പോഴും അവർ ഒരു ചരട് അവിടെ വയ്ക്കും. മറിച്ച് ഈ ആക്രമണത്തിന് നിസ്സഹായരായ മനുഷ്യരെ കൊല്ലുന്നതിന് ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷെ എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു വർഷം നീണ്ട പ്രൊലോങ്ഡ് വാർ, എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതുകൊണ്ട് നേടിയത് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരവുണ്ടോ? സത്യത്തിൽ അത് പറഞ്ഞാൽ ആരും പലപ്പോഴും കണക്കിലെടുക്കില്ല. തോറ്റ യുദ്ധമാണിത്. യുദ്ധമെന്ന് പറയാൻ പറ്റാത്ത വംശഹത്യ. അവിടെ ആളുകളെ കൊന്നു, കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ കണക്ക് അത് വെച്ച് വേണമെങ്കിൽ അവകാശപ്പെടാം, ഞങ്ങൾ ഇത്ര പേരെ കൊന്നു. അതിലെന്തർത്ഥമാണുള്ളത്? നിരായുധരായ മനുഷ്യരെ, വീടിനകത്തിരിക്കുന്ന മനുഷ്യരെ, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്മയ്ക്ക് കുഞ്ഞിൻ്റെ മുന്നിലേക്ക് ബോംബിടുന്നതിന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ഓടിക്കോളാൻ പറയും. അപ്പോൾ ഇവർ ഈ സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തെക്കൻ ഗസയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മേലെ ബോംബിടുകയാണ്. ആശുപത്രിയിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ബോംബിട്ട് കൊല്ലുന്ന സമാനമാണ്. ഇതെന്താണ് നിങ്ങൾ ആലോചിച്ചു? ഈ പണി എടുത്തതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വിജയമെങ്കിൽ ഓക്കെ, അത് വേണേൽ പറയാം. മറിച്ച് അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടിയിട്ടില്ല. ഒന്നാമത് അവർ മുന്നോട്ട് വെച്ചിരുന്ന ലക്ഷ്യം എന്തായിരുന്നു? ഹമാസിനെ നിശ്ശേഷം മുടിക്കുക, അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഹമാസിനെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ഹമാസ് ചെയ്യുന്നതാണോ ശരി തെറ്റ് എന്നൊക്കെയുള്ള അഭിപ്രായം. പക്ഷേ സംഭവം എന്താണ്? ഹമാസ് അടക്കമുള്ള ഫലസ്തീൻ ഗ്രൂപ്പുകൾ ചെയ്യുന്ന മുഴുവൻ കാര്യത്തെയും ഒരു ദീർഘകാല ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഒക്ടോബർ 7 മാത്രമായുണ്ടായ ഒരു സംഗതിയല്ലത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഗസയിലെ ഒരു കുഞ്ഞ് എത്രമാത്രം ആക്രമണങ്ങളെ നേരിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദീർഘമായി ഫലസ്തീൻ്റെ ചരിത്രത്തിലുടനീളം ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പേ തുടങ്ങിയ കൂട്ടക്കൊലയാണിത്. ഇപ്പോൾ നമ്മൾ നഖ്ബ എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ്. ദുജയിൽ കൂട്ടക്കല, ദുയൈമ കൂട്ടക്കല എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ്. ഇസ്രായേൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ ഈ സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരിക്കൽ പോലും ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ 7 സംഭവത്തെ മാത്രം ഉയർത്തി പറയുന്നു. അതായത് ഒക്ടോബർ 7 ഹമാസ് കയറി അടിച്ചു എന്നത് മാത്രം. അതൊരു പ്രത്യാക്രമണമായിരുന്നു, പക്ഷെ അതിനൊരു ആക്രമണം എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഹമാസിന്റെ ചെയ്തികളെ, ഹമാസിന്റെയും മറ്റ് ഫലസ്തീൻ ഗ്രൂപ്പുകളെയും ചെയ്തികളെ മുഴുവൻ വിലയിരുത്തേണ്ടത് ചരിത്രത്തിലുടനീളം നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഓക്കെ, അപ്പോൾ ഹമാസിനെ ഞങ്ങൾ ഈ പ്രാവശ്യം പൂർണ്ണമായി നശിപ്പിക്കും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒന്നാമത്തെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഡാനിയൽ ഹഗാരി എന്ന് പറയുന്ന ഇസ്രായേൽ സൈനിക വക്താവ് തന്നെ പറഞ്ഞു, പച്ചേലി പറഞ്ഞു, അത് അസാധ്യമായ ലക്ഷ്യമാണ്. അങ്ങ് സാധ്യമല്ലാത്ത ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കരുത്. കാരണം അത് ജനങ്ങൾക്കിടയിൽ വേരുകളുള്ളൊരു സംഘടനയാണ്. ആ സംഘടന നിങ്ങൾക്ക് നിശ്ശേഷം തകർക്കുക എന്നത് സാധ്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടില്ലെന്ന് വെക്കാം, കാഴ്ചയിൽ നിന്ന്, അദ്ദേഹം പറയുന്ന വാക്കെന്നതാണ്, കാഴ്ചയിൽ നിന്ന് മറയ്ക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ പരിമിതപ്പെടുത്താം, പക്ഷെ തകർക്കുക സാധ്യമല്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തിടെ പലസ്തീൻ അംബാസഡറുമായിട്ടൊരു അഭിമുഖം നടത്തിയല്ലോ. ആ അഭിമുഖത്തിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര കൊന്നൊടുക്കിയാലും ശരി, എന്തൊക്കെ ആയാലും ശരി, അവസാനത്തെ ആള് മരിച്ചു എന്ന് കരുതുമ്പോൾ പോലും തൂവെള്ള പതാകയുമായിട്ടൊരു ഫലസ്തീനി ഉദിച്ചു വരുന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഉറപ്പായിട്ടും അല്ല ഇതിനൊരു മിലിറ്റന്റ് ഗ്രൂപ്പായി നിങ്ങൾ പ്രഖ്യാപിക്കുകയും അതിനെ പൂർണ്ണമായി തകർക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അവർ ജനങ്ങൾക്കിടയിലുണ്ട്, അത് രൂപപ്പെട്ട് വരികയും അത് അവിടെ മാത്രമല്ല കേട്ടോ, വിയറ്റ്നാമിൽ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകത്തുടനീളം ഇത്തരം എന്താ പറയുക, ഒരു ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി വരുന്ന സംഘങ്ങളെയൊക്കെ കുറച്ച് കാലം നിങ്ങൾക്ക് ശിഥിലമാക്കാൻ പറ്റുമെന്നല്ലാണ്ട് അവർ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഹഗാരി പറഞ്ഞത് ആ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വെക്കരുതായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഏത് നടപടി എടുക്കുന്നു. പിന്നെ ഈ വാർ ക്യാബിനറ്റിൽ വലിയ തർക്കങ്ങളൊക്കെ ഇത് പറയണമായിരുന്നു എന്നൊക്കെ ഉണ്ടായി. ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? അത് ഏറ്റവും അവർ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം എന്താണെന്ന്, ഈ മനുഷ്യരെ മുഴുവൻ അവിടെ നിന്ന് പലായനം ചെയ്യിക്കുക, ആ പ്രദേശം കാലിയാക്കി അധിനിവേശം, അതിനെ കീഴടക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ മരിച്ചിട്ടും ആ ജനത അവിടെ നിൽക്കുകയാണ്. കാരണം അവർക്കറിയാം, നേരത്തെ 1948 ഇസ്രായേൽ ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയായി പുറപ്പെട്ടു പോയ മനുഷ്യർ,
പലായനം ചെയ്തു പോയ മനുഷ്യർ ഇന്നും ലെബനാനിലോ മറ്റിടങ്ങളിലോ ഈജിപ്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ കഴിയാണ്. ഇവർ കണ്ടെത്തി സിനായി പെനിൻസുലയിലോ മറ്റോ ഇവരെ പാർപ്പിക്കാൻ ഈ എന്താണ് ഒഴിഞ്ഞു പോകുന്നവരെ പാർപ്പിക്കാൻ ഇടം വരെ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. അവർ വലിയ ആലോചന നടത്തിയിരുന്നു, എന്താണ് ഇവർ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇസ്രായേൽ, അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യം അതാണ്. ഒന്ന് ഹമാസിനെ തകർക്കുക, രണ്ട് ഗസയെ എന്താണ് നാമാവശേഷമാക്കുക, ജനങ്ങളില്ലാത്ത ജനതയില്ലാത്ത അത്രയും ആളുകളെ ആട്ടി ഓടിക്കുക. നടന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യവും നടന്നിട്ടില്ല. മൂന്നാമത്തെ ലക്ഷ്യം എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ഗസയുടെ ഭരണം പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു. അതിൽ അവർ തന്നെ പരാജയപ്പെട്ടു. കാരണം ആരാണ് ഭരിക്കേണ്ടതിനെ കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒന്ന് അവർ പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ എന്നാലും ഇവർ പോയി തീരും, അവരെ ഓരോ മനപ്പായസങ്ങളാണ്, പോയി തീരും. അങ്ങനെ വരുമ്പം ഹമാസ് അവിടെ അധികാര പ്രശ്നമാവും, അപ്പം ഫലസ്തീൻ അതോറിറ്റിയെ എന്താണ് അധികാരം ഏൽപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു കരുതി. പക്ഷേ പിന്നെ അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസം, അത് വേണ്ട, എന്നാൽ പിന്നെ ഒരു അറബ് കൺസോർഷ്യത്തിന് എന്താണ് കുറച്ചും കൂടി മറ്റ് ഈ ജോർദാനൊക്കെയുള്ള ഒരു ഭരണ സഖ്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അത് സാധ്യമല്ല എന്ന് ഒരു കൂട്ടർ പറയാൻ തുടങ്ങി. ഇസ്രായേൽ നേരിട്ട് തന്നെ ആ പ്രദേശത്തിൻ്റെ അധികാരം പൂർണ്ണമായി ഏറ്റെടുക്കണം എന്നുള്ളത് അവസാനം എത്തിച്ചേർന്നത്. എന്ന് വെച്ചാൽ അവരുടെ വാർ ക്യാബിനറ്റിനകത്ത് തന്നെ മൂന്നാമത്തെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഒരു പൂർണ്ണ സമവായത്തിലെത്താൻ പോലും സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ട 3 ലക്ഷ്യങ്ങളിലും ഈ വംശഹത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തോറ്റ യുദ്ധം തന്നെയാണിത്. അതുകൊണ്ടാണ് തോറ്റ യുദ്ധമാണെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ ഈ പിന്നെ എന്താണ് ക്രിസംഖികൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, മുസ്ലിം വിരുദ്ധരായ ആളുകൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഊറ്റം കൊള്ളുന്നത് എത്രമാത്രം നെറികെട്ട അല്ലെ, എത്ര ഭീരുത്വം നിറഞ്ഞ വാക്കാണ്. അല്ലാതെ ഒരു സംഗതിയും അവിടെ നേടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ബന്ദിയെപ്പോലും സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കാനും ആർക്ക് സാധിച്ചിട്ടില്ല? ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയപ്പോഴൊക്കെ അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട്, അതുണ്ടായിട്ടുണ്ട്. നമ്മൾ ആരെയും കൊല്ലുന്നതിന്, ആരും പരസ്പരം കൊല്ലണം എന്ന അഭിപ്രായത്തിലേ ഉള്ളവരല്ല, മറിച്ച് ഒരു ജനതയെ ജീവിക്കാൻ അനുവദിക്കണം. ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മാത്രമേ മറ്റൊരു ജനതയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തത്വം തീർച്ചയായും ഇസ്രായേൽ മനസ്സിലാക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ. ലോകത്തുള്ള മനുഷ്യ സ്നേഹികൾക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തോറ്റത് കൊണ്ട് തന്നെയാണ്, എന്താണ് ഒന്നും നേടാത്തത് കൊണ്ടാണ് അദ്ദേഹം യുദ്ധവ്യാപനത്തിലേക്കും അടുത്ത സ്റ്റേജിലേക്കും ഇത് പോകുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിപ്പം പറഞ്ഞു അമേരിക്കയുടെ ഇടപെടൽ അത് ഫലം കാണുന്നില്ല. കാരണം അമേരിക്ക ഇസ്രായേൽ പക്ഷപാതിത്വം കൃത്യമായിട്ട് കാണിക്കുന്നു. അറബ് രാജ്യങ്ങൾ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നു. പക്ഷെ അതും അമേരിക്കയുടെ ഒക്കെ പിൻബലമുള്ളത് കൊണ്ട് ഇസ്രായേലിന് കൃത്യമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നു. ഇന്ത്യ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്, ഫലസ്തീനുമായിട്ടും നല്ല ബന്ധത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടുണ്ടായിരുന്നല്ലോ. കൃത്യമായിട്ടൊരു മധ്യസ്ഥന്റെ റോള് വഹിക്കാനുള്ള അവസരം ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു. ഇന്ത്യ എന്തുകൊണ്ടാണത് ഉപയോഗിക്കാതിരുന്നത്? നമ്മളെ ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ചരിത്രത്തിൽ നിന്ന് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലപാടുകളിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മഹാത്മാഗാന്ധി തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ഇസ്രായേൽ ഉണ്ടാകുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്, ബ്രിട്ടൻ എങ്ങനെയാണോ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് എങ്ങനെയാണോ ബ്രിട്ടൻ മാതൃരാജ്യമായിരിക്കുന്നത്, ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവർക്ക് എങ്ങനെയാണോ ഫ്രാൻസ് മാതൃരാജ്യമായിരിക്കുന്നത്, അതുപോലെ അറബികൾക്ക് അവകാശപ്പെട്ടതാണ് ഫലസ്തീൻ എന്ന് കൃത്യമായി നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇന്ത്യയുടെ നയം. എല്ലാ കാലത്തും ഇന്ത്യ തുടർന്ന് വന്നിട്ടുള്ള നയം അതാണ്. 1992 നരസിംഹറാവുവിൻ്റെ കാലത്ത് മാത്രമാണ് ഇസ്രായേലുമായി ഒരു ആദ്യത്തെ വെള്ളം ചേർക്കൽ നടക്കുന്നത്. നമ്മൾ സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്. അതുവരെ അത് സ്ഥാപിച്ചിട്ടില്ല. നമ്മുടെ ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് മനസ്സിലാക്കണം. ഇത്രയും കാലമായി നമ്മൾ കൊണ്ടുവരുന്ന നയം എന്ന് പറയുന്നത് ഫലസ്തീൻ അനുകൂലം തന്നെയാണ് എന്ന് നമ്മൾ കാണണം. അതിൽ നിന്നൊരു ഷിഫ്റ്റ് ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് അദ്ദേഹം ഒക്ടോബർ 7 പ്രത്യാക്രമണം ഹമാസിൻ്റെ പ്രത്യാക്രമണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ ആദ്യം വിമർശിക്കുകയുണ്ടായി.
ആര് പ്രധാനമന്ത്രി എങ്ങനെ അദ്ദേഹം എന്താണ് അതിനെ മാത്രം എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. ഒക്ടോബർ 7 ആക്രമണത്തെ മാത്രം എടുക്കുന്നു. അതിന്റെ ചരിത്രപരമായ പിന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം സൗകര്യപൂർവ്വം മറക്കുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ചില തിരുത്തൽ എന്നല്ല ഒരു കുറച്ചുകൂടി പിന്നെ എന്താണ് ഫലസ്തീനികൾക്ക് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റുകയുണ്ടായി. അപ്പോൾ ഒരു ചുവട് എന്നല്ല, നല്ലൊരു ഭാഗത്തേക്ക് തന്നെ ചാഞ്ഞിരിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹവും പിന്നെ എന്താണ് നെതന്യാഹുവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. ദിസ് റിലേഷൻ ഈസ് മെയ്ഡ് ഫ്രം ഹെവൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് സ്വർഗത്തിൽ ഉണ്ടാക്കിയുള്ള ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഈ ഒരു കാലയളവിൽ തന്നെയാണ്. അതുകൊണ്ട് അല്ല, കുറച്ച് മുമ്പ് അവിടെ സന്ദർശിച്ചപ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതുണ്ട്. ഇതൊരിക്കലും തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത നയമാണ്. കാരണം ഇന്ത്യക്ക് ലോകത്ത് തന്നെയുള്ള ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളിലൊക്കെ നടുവിൽ നിൽക്കുക, അതിൽ പരിഹാരം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് നടുവിൽ നിൽക്കുക മാത്രമല്ല ഫലസ്തീൻ അനുകൂലമായ നയം എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, UN-ൽ പലപ്പോഴും പ്രമേയങ്ങൾ, അതും പൊതുസഭയിലെ പ്രമേയങ്ങളാണ് ഈ പറയുന്നത്. ഈ പൊതുസഭയിൽ പ്രമേയം വന്നപ്പോഴൊക്കെ ഇന്ത്യ ഒരു ഒളിച്ചുകളി, എപ്പോഴും ഒരു ഒളിച്ചുകളി, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത നയങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അബ്സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ അങ്ങനെയും ചെയ്യുന്നില്ല ഇങ്ങനെയും ചെയ്യുന്നില്ല എന്നല്ല, നിങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് തുല്യമാണത്. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങൾ അവിടെ വരാണ്ടിരിക്കുക, അല്ലെ മാറി നിൽക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാതിരിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യ അങ്ങനെ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അപ്പം ഇന്ത്യയെ പോലും മാറ്റുന്നതിനുള്ള ലോബിങ് അവിടെ നടക്കുകയും ഇന്ത്യ അതിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. അത് വീഴുമെന്നല്ല സത്യം. ഇന്ത്യക്ക് മേൽ അമേരിക്കയുടെ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കാം. തീരുമാനം എടുക്കുകയാണ്. ബേസിക്കലി ഞാൻ അത് നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ബേസിക്കലി ഐഡിയോളജിക്കലി സയനിസത്തെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ അംഗീകരിക്കുന്ന കാര്യമാണ്, സയനിസ്റ്റുകളെ അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം അവർക്കൊരു ഇടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഹിന്ദുക്കൾക്ക് ഇടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വെറുതെ സാധാരണ ഹൈന്ദവനെ മുൻനിർത്തിയുള്ള വിലപേശലാണ് ഇതൊക്കെ. എന്താണ് അവർക്ക് പാകിസ്ഥാൻ കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ വാദിക്കുന്ന വാദമുണ്ട്. പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഹിന്ദു രാഷ്ട്രമല്ലേ എന്ന് ചോദിക്കും. ഇന്ത്യ മതപരമായി ഇന്ത്യ വിഭജിക്കുമ്പോൾ ഒരു മതപരമായ രാജ്യവും ഒരു മതേതര രാജ്യവുമാണ് ഉണ്ടായത്. അതെ, ആ വസ്തുതയെ മറച്ചു വെച്ചാണ് പറയുന്നത് പാകിസ്ഥാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു, അപ്പൊ പിന്നെ ഇത് ഇങ്ങനെയാണ്, ഇത് ഹിന്ദുത്വ രാജ്യമാണ്, ഹിന്ദു രാജ്യമല്ല ഹിന്ദുത്വ രാജ്യമാണ് എന്നവർ വാദിക്കാറുണ്ട്. ഈ വാദത്തിന് സമാനമാണ് എന്ത് ഈ സയനിസ്റ്റുകൾ വാദിക്കുന്ന ഈ പ്രദേശം മുഴുവൻ ഞങ്ങൾക്കുള്ളതാണ് എന്ന് വാദിക്കുന്ന പരിപാടിയാണത്. ആ പരിപാടിയാണ്. അവർക്ക് പോകാൻ എത്ര ഇടമുണ്ട് എന്ന് ചോദിക്കുകയാണ്. അറബികൾക്ക് പോകാൻ എത്ര ഇടമുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഒരു സ്വന്തം നാട്ടിലെ മനുഷ്യരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ആശയപരമായി തന്നെ എന്തുണ്ട്, ഈ ചർച്ച ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ സമ്മർദ്ദങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എന്ന നിലയ്ക്ക് എടുക്കുന്നുണ്ട്. തെറ്റായ കാര്യമാണ്. അത് ഇന്ത്യയുടെ ദീർഘകാലത്തെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ പോയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ ഒരിക്കലും ഇന്ത്യ രാജ്യം ഈ ആക്രമണത്തിന്, ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതാണ്. അത് ഈ രാജ്യം എന്ന ആശയത്തിന് തന്നെ എതിരാണ് എന്നതാണ് സത്യം. നമുക്കിനി ആ യുദ്ധവ്യാപനത്തിൻ്റെ വിഷയത്തിലേക്ക് കൂടി ഇപ്പം വരേണ്ടതുണ്ട്. കാരണം ഇപ്പം ഗസയിൽ ഒരു വർഷമായിട്ട് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ലെബനാനിലേക്ക് കൂടി ഇസ്രായേൽ കടന്നു കയറുന്നത്. ലെബനാനിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള ഇറാനുമായിട്ട് ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന, നേരത്തെ മുസ്തഫ പറഞ്ഞതുപോലെ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതെന്തോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇറാൻ നല്ലൊരു തിരിച്ചടി കൊടുത്തു. ഇപ്പം മൊസാദിന്റെ മിസൈൽ ഭേദ സംവിധാനങ്ങൾക്ക് ഇറാൻ അയച്ച 400ഓളം മിസൈലുകളിൽ 90% തകർക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പറയുമ്പോൾ 90% ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് കുറച്ചെങ്കിലും അത് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു യുദ്ധത്തിനുള്ള സാധ്യത, പിന്നെ എണ്ണയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നം, ആ സാധ്യതയിൽ നമുക്ക് ഒരു പരിധി വരെ അത് സാധ്യമല്ല. പക്ഷെ ലെബനാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗസ പോലെ തന്നെ അധിനിവേശം ഒരുപക്ഷെ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന് അധിനിവേശം കുറെ കൂടി എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരിടമാണ് ഗസ, ലെബനാൻ, അത് കഴിഞ്ഞ് സിറിയ, ഇങ്ങനെ ഒരു പ്രദേശത്തെ ഒത്തടം ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ, ആ നയം തന്നെയാണോ ഇതിന്റെ പിന്നിൽ ഈ യുദ്ധവ്യാപനത്തിലേക്ക് ഇസ്രായേലിനെ ക്ഷണിക്കുന്നത്? അല്ല, ഇസ്രായേലിന്റെ തുടക്കഘട്ടങ്ങളിൽ അതിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ച നയമാണിത്. ഡേവിഡ് ബെൻഗൂറിയനൊക്കെ 1938 തന്നെ പറഞ്ഞിട്ടുണ്ട്,
1917 ബാൽഫർ പ്രഖ്യാപനത്തോടെ കൂടി ബ്രിട്ടൻ്റെ അനുമതിയോടെ ഫലസ്തീൻ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ച് അതിൻ്റെ ഘട്ടം പിന്നിട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരച്ചു വരുന്ന അതിർത്തിയിൽ ഞങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിമിതമായൊരു രാജ്യം ഒരു ഞങ്ങളുടെ പൂർത്തീകരണമല്ല, ഞങ്ങൾ അതിർത്തി വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സയനിസ്റ്റ് സ്നേക്ക് എന്ന് പറയുന്ന ആശയഗതിക്കകത്ത് ഈ പറയുന്ന ജോർദാൻ അടക്കമുള്ള ഇറാഖ് അടക്കമുള്ള സിറിയ ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സ്വപ്നത്തിൽ തന്നെ ഉള്ളതാണ് ഈ അതിർത്തി വ്യാപനം. അപ്പോൾ അത് ദീർഘകാലമായ ലക്ഷ്യം. ഇനി ഹ്രസ്വകാല ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഈ യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ അവിടുത്തെ ഈ കോടതികൾ, അവിടുത്തെ പിന്നെ എന്താ പറയുക, സിവിലിയൻ നിയമ സംവിധാനങ്ങളൊക്കെ സ്റ്റാൻഡ് സ്റ്റില്ലാണ്. എല്ലാം ഒരുതരം അടിയന്തരാവസ്ഥയിലാണ് നിൽക്കുന്നത്. യുദ്ധ സമയമാണെന്നുള്ള അർത്ഥത്തിലാണ്. യുദ്ധം എപ്പോൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ആക്രമണഘട്ടം, വാർ ക്യാബിനറ്റ് എപ്പോൾ പിരിച്ചുവിടുന്നു, അപ്പോൾ നെതന്യാഹുവിനെതിരെ ഈ നിയമ നടപടികളെല്ലാം വരും. അതുകൊണ്ട് യുദ്ധം നീട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്, ആയുധ കച്ചവടക്കാരുടെ ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്. ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഈ എപ്പോഴും അലോസരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചിമേഷ്യ വേണം. എപ്പോഴും അലോസരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ഒരു പശ്ചിമേഷ്യ വേണം. ഇത് അവരുടെ ഒരർത്ഥത്തിൽ മതപരമായി തന്നെയുള്ള യുക്തിയാണ്. ഓക്കെ, അതിൻ്റെ ചരിത്രത്തെ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. മതപരമായി തന്നെയുള്ളൊരു യുക്തിയാണ്. ഞാനതിനെ അടിവരട്ടി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറാനിൻ്റെ റോൾ എന്തായിരുന്നു കൂടി നമ്മൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകണം. ഇറാൻ്റെ റോൾ എന്തായിരുന്നു? ഇറാൻ സത്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ പിന്നെ എന്താ പറയുക, ഹമാസിനോട് സഹകരിക്കുന്ന ഒരു നിലപാടെടുത്തു. ഇറാൻ നേരിട്ട് മാത്രമല്ല, ഇറാൻ്റെ പ്രോക്സീസ്, ഇറാൻ്റെ കൂടെയുള്ള ശക്തികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിസ്ബുള്ള, ഹൂത്തികൾ, അതുപോലെ ഇറാഖിലെ ചില ഷിയ ഗ്രൂപ്പുകൾ, ഇവരൊക്കെ ചേർന്ന് പല തലങ്ങളിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ചെങ്കടലിൽ ആക്രമണം ഉണ്ടായി, ഹിസ്ബുള്ളയുടെ ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കുക എന്ന നിലയിൽ. അത് തന്നെയാണോ ശരി? അങ്ങനെ അത് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടായോ, ഇസ്രായേലിന് എന്തെങ്കിലും പിന്തിരിപ്പിക്കാൻ പറ്റിയോ, അതൊരു മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ആ പ്രതിരോധം അവർ നടത്തിയിട്ടുണ്ട്. ആ ആക്രമണങ്ങൾ അവർ നടന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഇറാനാണ് രക്ഷ എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. ഇറാൻ അറബ് രാജ്യങ്ങളിലെ യുവതയെ ഒന്നുകൂടി എന്താ പറയുക, സംശയത്തിലാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരിക്കണം. കാരണം എന്താ നോക്കൂ, അറബ് രാജ്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളാണ് ചെയ്യുന്നത്, ഫലസ്തീനെ പിന്തുണക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തരത്തിലൊരു സാധനം കൂടി അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇറാൻ്റെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ, ചില ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്ന സംഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിന് ഇസ്രായേൽ ചെയ്തത് എന്താണ് ചെയ്തത്? തെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയയെ കൊല്ലുകയാണ്. ഹമാസിൻ്റെ തലവനായ ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ എത്തിച്ചു കൊന്നു എന്ന് വേണേൽ പറയാം, ചൊല്ലുന്നു. അതിന് ഇറാനിൽ അകത്തു നിന്നുള്ളവരുടെ സഹായം കിട്ടിയെന്ന് കൂടി ആലോചിക്കണം. അവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടത്. അതിൻ്റെ അകത്ത് നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിക്കകത്ത് സ്ഫോടക വസ്തുക്കൾ വന്നു എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യമാണത്. അപ്പോൾ ഒന്നാമത്തെ സംഗതി വരുന്നു. അപ്പോൾ ഇറാൻ ഇറങ്ങിയേ പറ്റൂ. പിന്നെ ഇറാനെ ഇതിലേക്ക് ഇറക്കുകയാണ്, ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കണം എന്നത് വളരെ അത് പാശ്ചാത്യ താല്പര്യം കൂടിയാണ്, അമേരിക്കയിൽ കൂടി ഒരു താല്പര്യമാണ്. കാരണം ഇറാൻ്റെ ആണവ പദ്ധതികൾ തകർക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. ഓക്കെ, അതിനൊരു കാരണം വേണം. അപ്പോൾ ഇറാനെ വലിച്ചേക്കണം. അപ്പോൾ ഒന്നത് നടന്ന. അപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ട കാര്യത്തിലും സംശയമുണ്ട്, ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട കാര്യത്തിലും സംശയമുണ്ട്. അതിനുശേഷം ഹിസ്ബുല്ലയുടെ നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ള ബെയ്റൂത്തിൽ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഷിയാ താല്പര്യത്തിൻ്റെ ചിറകരിയുന്ന, അല്ലെങ്കിൽ ആയത്തുള്ള ഖാംനയിക്ക് തന്നെ നേരിട്ട് ആക്രമണമായിട്ട് നമുക്ക് നസ്രുള്ളയുടെ ആക്രമണത്തെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇറാൻ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതീകാത്മകം എന്ന് വിളിക്കാവുന്ന, അതിനു മുമ്പ് കോൺസുലേറ്റ് ആക്രമണത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ആക്രമണം അവർ നടത്തുകയുണ്ടായി. 90% മിസൈലുകൾ അവിടെ എത്തിയെന്ന് പറയുന്നു. പിന്നെ ഞങ്ങളത് തൽക്കാലം അത് കൺക്ലൂഡ് ചെയ്തു, ഈ ആക്രമണം കൺക്ലൂഡ് ചെയ്തു എന്ന് പറയുന്നു. ഇസ്രായേൽ എൻ്റെ പ്രതികരണത്തിന് ശേഷം സംസാരിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എത്തി നിൽക്കുന്ന നില എന്ന് പറയുന്നത് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരിച്ചടിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു ഇറാനിലെ സിവിലിയൻസിനെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ ആക്രമണം ഉണ്ടായേക്കാം, ഇറാൻ്റെ റിഫൈനറികളിൽ ആക്രമണം ഉണ്ടായേക്കാം. അതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അത് അമേരിക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ താല്പര്യമാണ്. ഒരു ഓൾ ഔട്ട് വാർ ഉണ്ടാവുന്നത് തൽക്കാലം അമേരിക്കയ്ക്ക് താല്പര്യമില്ല.
പക്ഷേ ഇറാൻ്റെ മുകളിൽ കുറച്ചുകൂടി ഇറാനെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും വേണം. തൊട്ടപ്പുറത്ത് ലെബനാനെതിരെ നിരന്തരം ആക്രമണം നടക്കുകയാണ്. ഹിസ്ബുള്ളക്കെതിരെയാണ് ആക്രമണം നടക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെബനാൻ യഥാർത്ഥ നിലയിൽ ഒരു യുദ്ധമായി ഇതിനെ കാണുകയും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്താൽ ഇസ്രായേലിന് വളരെ എളുപ്പമായിരിക്കില്ല എന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. 82-ൽ ഇസ്രായേൽ തോറ്റു പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. 2000-ൽ അങ്ങനെ ഉണ്ടായി. 2006-ലൊക്കെ ലെബനാനെ നേരിട്ട് ഇസ്രായേൽ ആക്രമിച്ച എല്ലാ ഘട്ടങ്ങളിലും പരാജയപ്പെട്ടതിൻ്റെ ചരിത്രമാണുള്ളത്. ഈ യുദ്ധത്തിൽ ജയപരാജയങ്ങൾ മറ്റൊരു കാര്യമാണ്. മനുഷ്യർ മരിച്ചു വീഴുക എന്നുള്ളതാണ്. നമ്മളൊരു ജയപരാജയം എന്ന് അതിനെ പറയണത് തന്നെ ശരിയല്ല. പക്ഷേ ഇസ്രായേലിന് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ യുദ്ധവ്യാപനത്തിൻ്റെ താല്പര്യം, ആ മത്ത് ആരുടെ നെതന്യാഹുവിൻ്റെ തലക്കകത്ത് കടന്ന് കളിക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ലെബനാനെ ആക്രമിക്കുന്നു, ഈ സിറിയയിലേക്ക് ആക്രമണം നടത്തുന്നു, ഇറാഖിലെ ഗ്രൂപ്പുകളെ ആക്രമിക്കുന്നു, ഹൂത്തികൾക്ക് ആക്രമിക്കാൻ വേണ്ടി യമനിലേക്ക് ആക്രമിക്കും. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തങ്ങൾ, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊന്നും ഈ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഈ ആയുധധാരികൾക്കെതിരെ അല്ല നടത്തുന്നത്, അല്ല, സിവിലിയൻസിന് എതിരാണ്. കൂട്ടക്കൊലകളാണ് നടത്തുന്നത്. ഷാത്തില കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ തന്നെ 82-ലൊക്കെ നടന്നതുപോലെ കൂട്ടക്കൊലകളാണ്. അഭയാർത്ഥി ക്യാമ്പുകളാണ് ആക്രമിക്കുന്നത്. പേജർ ആക്രമണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്താണ് പറയുന്നത്, അത് ആരാണോ ഒരു ഭാഗത്തേക്കുള്ള മുഴുവൻ പേജറിലും എന്ത് വെക്കുകയാണ്, സ്ഫോടക വസ്തുക്കൾ വെക്കുകയാണ്, വാക്കി ടോക്കികളിലും സ്ഫോടക വസ്തുക്കളാണ്. അങ്ങനെ ആളുകളെ കൊന്നു തീർക്കുക എന്ന് പറയുന്ന സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. UN പോലെയുള്ള സംവിധാനങ്ങൾ നോക്കി നിൽക്കെ എത്രയോ UN പ്രമേയങ്ങൾ പെട്ടിക്കകത്തിരിക്കുകയാണ്. എന്താണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധവ്യാപനം തീർച്ചയായും ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ അമേരിക്ക നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. സാധാരണക്കാരായ മനുഷ്യർ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ പ്രേക്ഷകർക്കടക്കമുള്ള ഒരൊറ്റ ചോദ്യമേ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൂ, എന്ന് അവസാനിക്കും ഈ ദുരിതം? ഈ ഗസയിലെ പിഞ്ചു മക്കളുടെ ജീവൻ എടുക്കുന്ന ഈ നരാധമ പ്രവൃത്തിക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇത് ഉടൻ അവസാനിക്കാൻ പോകുന്ന ഒന്നാണോ? എന്താണ് അതിൽ പറയാൻ കഴിയും? ഇസ്രായേലിൻ്റെ അതിർത്തി വ്യാപന മോഹം അവസാനിപ്പിക്കണം. ഇസ്രായേൽ അതിർത്തിയിൽ ഒതുങ്ങണം. പൂച്ചക്കാരുമാണ് ഒരതിർത്തിയിൽ ഒതുങ്ങണം. അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ദ്വിരാഷ്ട്ര പരിഹാരം നമ്മുടെ മുന്നിലുണ്ട്. 1993-ലെ ഓസ്ലോ കരാറുണ്ട്. ഈ ഓസ്ലോ കരാർ ഇസ്രായേലും അതുപോലെ തന്നെ ഫലസ്തീൻ അതോറിറ്റിയും ഒപ്പുവെച്ചിട്ടുള്ള കരാറാണ്. ആ കരാർ നടപ്പിലാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് നടപ്പാക്കാനുള്ള ആർജവം ഈ ലോകത്തിനുണ്ടായാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ 1967-ലെ 6 ദിന യുദ്ധത്തിൽ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ, ഇപ്പോൾ കിഴക്കൻ ജെറൂസലേം അടക്കം അല്ലക്സ നിൽക്കുന്ന പ്രദേശം അടക്കം വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫലസ്തീൻ സാധ്യമാവണം. അതുതന്നെ നീതിയുക്തമല്ല, അത് മറ്റൊരു കാര്യം. സത്യത്തിൽ ഈ പറഞ്ഞ പ്രദേശം മുഴുവൻ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്, അവർ ജീവിച്ചുകൊണ്ടിരുന്ന ഇടമാണ്. പോട്ടെ, നമ്മളിപ്പം ഒരു അന്താരാഷ്ട്ര നയത്തിൻ്റെ ഭാഗമായി ഓസ്ലോ കരാറിനെ എങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാവണം. സമാധാനപൂർണ്ണമായി ഫലസ്തീനികൾക്ക് ജീവിക്കാൻ പറ്റണം. ഫലസ്തീനികൾ ഇപ്പോൾ ഹമാസും ഫത്തവും തമ്മിൽ ഒരുമിച്ചിരിക്കുകയാണ്. ബീജിങ്ങിൽ അവർ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്, നേരത്തെയും കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ച് ജീവിക്കാൻ സന്നദ്ധമാണ്, അവർ സമാധാനപൂർണ്ണം അവിടെ ജീവിക്കാൻ. അത് അനുവദിച്ചു കൊടുക്കണം. ഇസ്രായേൽ നിലനിൽക്കട്ടെ. ഇസ്രായേൽ നിലനിൽക്കാൻ അവകാശം, അത് മറ്റൊരു വശമാണ്. വളരെ വലിയ ഭീകരതയിലൂടെയാണ് ആ രാജ്യം ഉണ്ടായി തീർന്നിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ചരിത്രത്തെ നമ്മൾ പൂർണ്ണമായി പോകണ്ട. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള സമാധാന സന്ദേശം എന്ന് പറയുന്നത്, അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, ഈ ദ്വിരാഷ്ട്ര പരിഹാരത്തിനെങ്കിലും ഇസ്രായേൽ സന്നദ്ധമാവണം. പക്ഷേ 1993-ലെ കരാർ നടപ്പിലാക്കേണ്ട ഘട്ടം വരുമ്പോൾ 1998 ആകുമ്പോഴേക്കും ഏരിയൽ ഷാരോൺ അലക്സയിലേക്ക് ടെമ്പിൾ മൗത്ത് സംഘത്തെ അയക്കുകയും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും 2ാം ഇൻതിഫാദയിലേക്ക് ഫലസ്തീനികളെ തള്ളിവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കരാർ നടപ്പിലാക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിൻ്റെ ഘട്ടം വരുമ്പോൾ അത് നോക്കേണ്ടതുണ്ട്, അത് ഒന്നുകൂടി ഇതാക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിലുള്ള അതിനെ വൈകിപ്പിക്കുന്ന നയമാണ് ഇപ്പോൾ വന്ന് US ചില നേതാക്കളും
ഈ എന്താണ് ഓസ്ലോ കരാറിനെ തള്ളി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓസ്ലോ കരാർ തന്നെ നീതിയുക്തമല്ല എങ്കിൽ പോലും ആ കരാറിനെ പോലും തള്ളിക്കളയുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ചുരുങ്ങിയത് ദ്വിരാഷ്ട്ര പരിഹാരത്തിനെങ്കിലും ലോകശക്തികൾ താല്പര്യമെടുക്കണം. ചൈന താല്പര്യമെടുക്കണം, റഷ്യ താല്പര്യമെടുക്കണം, അമേരിക്കയെ മാത്രം വിട്ടുകൊടുക്കരുത്. അതുപോലെ യു എന്നിലെ ഈ വീറ്റോ അധികാരം വെച്ച് യു എന്നിനെ നോക്കിക്കുത്താക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. എന്നാൽ മാത്രമേ ഫലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം സാധ്യമാവുകയുള്ളൂ. ഒരു ജനതയ്ക്ക് സ്വന്തം നാട്ടിൽ അന്യരാകുന്ന, ജീവിക്കാൻ കഴിയാത്ത അനീതിയെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇവിടെ ഫലസ്തീനികൾക്ക് വിരുദ്ധമായ നരേഷൻ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കിട്ടേണ്ടത് തന്നെയാണ്. അവരങ്ങോട്ട് ഈ തരത്തിലുള്ള സാധനങ്ങൾ വളരെ ചരിത്രവിരുദ്ധമായ, തികച്ചും കളവായ ആശയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് പറയേണ്ടത് എന്താണ്? സ്വന്തം നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു നാട് കയറി മറ്റൊരാളുകൾ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂത കുടിയേറ്റമല്ല വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നത് ജൂത കയ്യേറ്റമാണ്. ഗസയിൽ നടക്കുന്നത് അധിനിവേശമാണ്. അതിനെ എതിർത്തുകൊണ്ട് മാത്രമേ മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഒരു മാനവികതയുടെ പ്രശ്നമേ തന്നെ, മാനവരാശിയുടെ പ്രതിസന്ധിയായി ഇതിനെ കാണുകയും ഫലസ്തീനികൾക്ക് നീതിയുക്തമായ, ഞാൻ ആ വാക്ക് ഊട്ടി പറയാണ്, നീതിയുക്തമായ അതിർത്തിയോടെ രാഷ്ട്രം സാധ്യമാകുന്നിടത്ത് മാത്രമേ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു വർഷം നീളുന്ന ഈ യുദ്ധം അത് അവസാനിപ്പിക്കണമെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് വഴിയുള്ളത്. ഓസ്ലോ കരാറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിന് എല്ലാ രാജ്യങ്ങളുടെയും സമ്മർദ്ദം ആവശ്യമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇനിയും വൈകിക്കൂടാ എന്നാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന കാര്യം. എന്തായാലും നിസ്സഹായരായ മനുഷ്യർക്ക് മേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നരമേധം അത് ഒരു തോറ്റ വംശഹത്യ തന്നെയാണ്, തോറ്റ യുദ്ധം തന്നെയാണ്. അതിനകത്ത് സംശയങ്ങളില്ല. കാരണം മരണത്തെ പേടിക്കാത്ത മനുഷ്യരുടെ മുന്നിൽ ഇസ്രായേൽ കൊണ്ടിടുന്ന എത്ര ബോംബുകൾ കൊണ്ട് വർഷിച്ചാലും, എത്ര മിസൈലുകൾ കൊണ്ട് വർഷിച്ചാലും അതിനകത്ത് വിജയം ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഏറ്റവും അവസാനത്തെ ഫലസ്തീനിയും കൊല്ലപ്പെടുന്നത് വരെ ആ രാജ്യത്തെ കൈവശപ്പെടുത്താൻ ഇസ്രായേലിന് സാധിക്കുകയുമില്ല. എന്തായാലും യുദ്ധം ഒരു കാലത്തും നല്ലതിനല്ല. യുദ്ധം ആഗോള മാനവികതക്ക്, മാനവരാശിക്ക് തന്നെ അപകടം ചെയ്യുന്ന വലിയ പ്രതിസന്ധിയാണ്. ലോകത്തൊരിടത്തും യുദ്ധമില്ലാത്ത നല്ല നാളുകൾക്കായി പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. waytonikah.com, the exclusive Muslim matrimonial site.